ഞാൻ എരുമേലി വിളിച്ചിങ്ങനെ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അത്രയും പണം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും ചെലവഴിച്ചതിനെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല. എലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയാം. എന്തോ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ഞാൻ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതോട് കാര്യം പറയട്ടെ, എലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞ ആളാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും വളരെ നിർബന്ധമായും BJPയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നിൽക്കണം എന്ന് പറയും. കാരണം പൂഞ്ഞാറ്റ് വേറെ ആളില്ല, നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയത് 2900 വോട്ട് മാത്രമാണ് ഇവിടെ പൂഞ്ഞാറ്റ്. ഇത്തവണ അത് ഞാൻ നിന്നുകൊണ്ട് ആണെന്ന് ഉള്ള അഹങ്കാരം പറയുകയല്ല, ഇത്തവണ അത് 36,112 വോട്ടാക്കി ഉയർത്താൻ കഴിയും. സ്വാഭാവികമായും മറ്റു പലർക്കും അതിന് എന്നോട് ചെറിയ മനപ്രയാസവും വേദനയൊക്കെ ഉണ്ടാവാം. ആ വേദനയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നാൽ മതി. ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം എനിക്ക് അനുകൂലമായി, ജനം അനുകൂലമായി വോട്ട് ചെയ്തു, അതിന് വഴക്കോട്ടാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഞാൻ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ്, സ്വാഭാവികം തോറ്റ് ഒരു ആഘാതമാണല്ലോ. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്ന കമ്മിറ്റിക്ക് വന്ന് 2 BJP സ്ട്രോങ് ആളുകൾ, അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4 കോടി 45 ലക്ഷം രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി. എടാ അപ്പം ഞാൻ ഇത്രയും രൂപ കിട്ടും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവരൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ രണ്ട് ചൂടായി. ഏട്ടാ ഞാനത് മൈൻഡ് ചെയ്യാൻ ഞാൻ പോരുകയും ചെയ്തു. ഇപ്പം തോറ്റു കഴിഞ്ഞ് വർത്താനമായിട്ട് കാര്യമില്ല. പക്ഷെ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു, ഔദ്യോഗിക കണക്ക് പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. എൻ്റെ 100 രൂപ പുറത്ത് പോലും കണക്ക് എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഒരു അസംബ്ലി സീറ്റിൽ സ്ഥാനാർത്ഥി ചെലവഴിക്കാവുന്ന പണം 40 ലക്ഷം രൂപയാണ്. അതിന് 40 എനിക്ക് ചിലവായിട്ടില്ല, അതാ രസം. അതിന് കണക്ക് വന്നതാണ്. പക്ഷെ ഞാനന്ന് എരുമേലി പറഞ്ഞത് തെറ്റേ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും എല്ലാവരും മറന്നുപോയി, ആരും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലുകാരനൊരു കഴപ്പമുണ്ട്, അതിനൊന്ന് ടേക്കപ്പ് ചെയ്തു. റിപ്പോർട്ടർ ചാനലുകാരൻ അവൻ്റെ ഒരു തന്തോടെ എനിക്ക് ഒരു പത്രക്കാരനില്ല, ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അവർ എന്നോട് ചോദിച്ചു വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. ഞാൻ എരുമേലി വിളിച്ചിങ്ങനെ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അത്രയും പണം കിട്ടിയിട്ടില്ല. 100 രൂപ പോലും ചെലവഴിച്ചതിനെ കണക്കെന്നെ കൊണ്ട് കാണിച്ചു. ഒരു പൈസ പോലും ആരും നഷ്ടപ്പെട്ടിട്ടില്ല, കട്ടിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട്ട്, സജി എന്ന് അവർ പറഞ്ഞ സജി കുരിക്കാട്ട് എന്നാണ്. അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. 5 പൈസ പോലും കക്കുകയും മൂട്ടുകയും ചെയ്യുന്ന ആളല്ല, വളരെ മാന്യനാണ്, ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമേലി പറഞ്ഞത് ശരിയല്ല, ഞാനത് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ വളരെ സത്യം എന്ന് പറഞ്ഞ കാര്യമില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. നമുക്കൊരു മര്യാദ.